വർഗീസ് അങ്ങ് ഇപ്പോൾ ആപ്പുമായി ബന്ധപ്പെട്ട ആപ്പിനകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചു. പക്ഷേ BJPയുടെ ഈ കുതിരക്കച്ചവടം അതിന്റെ സ്വാഭാവികതയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിമർശിക്കാൻ പോലും പലരും മടിക്കുകയാണ്. അതിനി കൂടുതൽ പാർട്ടികളിലേക്ക്, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വളരെ സ്വാഭാവികമായ നടപടിയായിട്ടാണ് അങ്ങ് കാണുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്? അത് സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൻ്റെ ധാർമ്മികതകൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയാകുന്നു. അധികാരം എവിടെയോ അവിടേക്ക് ഗാൽവനൈസ് ചെയ്യത്തക്ക രീതിയിൽ രാഷ്ട്രീയ മനസ്സുകൾ മാറുന്നു. ഇവിടെ അധികാരമെന്നല്ലാതെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആദർശം ആര് പറഞ്ഞാലും അതിനിവിടെ മാർക്കറ്റില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കുതിരക്കച്ചവടം മാത്രമല്ലല്ലോ, ഭരണഘടനാ സംവിധാനങ്ങളെ കൂടി അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ, വിമർശിക്കാൻ ഉള്ള സംവിധാനങ്ങൾ, സ്വതന്ത്രമായുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഈ ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ടീമായി മാറുകയാണ്. അപ്പോൾ അതിൽ അങ്ങേക്ക് ആശങ്കയില്ല എന്നാണോ ഞാൻ കരുതേണ്ടത്? ആശങ്ക എന്ന് പറയുന്നത് ഒരു വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. 1947 മുതൽ 77 വരെ 30 വർഷം നീണ്ടുനിന്ന കോൺഗ്രസ് നയിച്ച ഒരു യൂണിപോളാർ സിസ്റ്റമുണ്ട്, അല്ലെങ്കിൽ വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് BJP നയിക്കുന്ന ഒരു സംവിധാനമായി രാജ്യം മാറുകയാണ്. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി എങ്ങനെ പറഞ്ഞാലും അത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ പറഞ്ഞ ഭരണഘടനാ സംവിധാനങ്ങൾ ആ രൂപത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടോ? ഈ അടിയന്തരാവസ്ഥക്കാലം ആ വിഷയം വിടൂ, അത് ഒഴിച്ചാൽ അടിയന്തരാവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അത് പിഴവാണ് എന്ന് സമ്മതിക്കുന്ന കോൺഗ്രസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അടിയന്തരാവസ്ഥ ഒഴിച്ചു നിർത്തി നോക്കിയാൽ കാര്യമായ രീതിയിൽ കോടതിയെയോ CBIയെയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയോ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അന്ന് കാര്യമായി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അനന്തമായ സാധ്യതയാണ്. ഇപ്പം രാഘവ് ചന്ദ്ര ഉൾപ്പെടെ അല്ലെങ്കിൽ മിറ്റൽ ഉൾപ്പെടെയുള്ള ആളുകളെ ED റെയ്ഡ് വരുന്നു 15-ാം തീയതി, ഏപ്രിൽ മാസം 15-ാം തീയതി. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ കളം മാറി ചവിട്ടുകയാണ്. വേറൊരു ഡിഫൻസും ഇല്ല എന്ന രീതിയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചാൽ മിക്ക രാഷ്ട്രീയക്കാരെയും നേരെ പോകുന്ന ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. പക്ഷെ അവർ ഒഴിച്ച് മഹാഭൂരിപക്ഷം രാഷ്ട്രീയക്കാരെയും വരുതിക്ക് നിർത്താമെന്നും തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാം എന്നുമുള്ള കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങനെ വന്നയാളല്ലേ. ഇവിടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ ചരിത്രം അങ്ങനെയല്ലേ. അശോക് ചവാന്റെ ചരിത്രം എന്താണ്? ഇതെല്ലാം തന്നെ തങ്ങളോടൊപ്പം ചേരുമ്പോൾ പരിശുദ്ധരാക്കപ്പെടുകയും മറുപക്ഷത്ത് തങ്ങളെ എതിർത്തു നിൽക്കുമ്പോൾ അഴിമതിക്കാരെ മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരിട്ടത്താപ്പ്. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ കൾച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹിയർ ടു സ്റ്റേ. പക്ഷേ അതിന് ഒരു ജനാധിപത്യത്തിൽ എങ്ങനെയാണ് മറുപടി പറയുക? കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഉണ്ടായി, എന്നിട്ട് എന്താ ഫലം? 3-ൽ 2 പേരാണ് പിളർന്നു മാറിയത്. 10 പേരിൽ 7 പേര് മാറുന്ന ഒരു അന്തരീക്ഷം കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും ആരും പ്രതീക്ഷിച്ചിരിക്കില്ല. ആ രീതിയിലുള്ള രാഷ്ട്രീയ സദാചാര ശോഷണം അത് സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയിൽ. അതിൻ്റെ തിക്തഫലം ഭാരതത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് BJP എന്നോ കോൺഗ്രസ് എന്നോ ഇല്ല. ഇപ്പോൾ അത് BJP ആണ് ഉപയോഗിക്കുന്നത്. നാളെ കോൺഗ്രസോ മറ്റു കക്ഷികളോ അധികാരത്തിൽ വന്നാലും സമാനമായ മാർഗം ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ മാറിയിരിക്കുന്നു എന്നതാണ് വളരെ വളരെ നിരാശാജനകമായ. ഞാൻ അതിനോട് വിയോജിക്കുകയാണ് ശ്രീ മോഹൻ വർഗീസ്. അങ്ങ് ചിലപ്പോൾ ദേശീയ തലത്തിൽ കാണുന്ന കൊണ്ടായിരിക്കും അങ്ങ് പറയുന്നത്, അത് ശരിയായിരിക്കാം. പക്ഷേ എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ മാത്രം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.